നമ്മൾ പലർക്കും ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ആ കാണുന്ന വ്യക്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അതായത് നമുക്കൊരാൾ കാണുമ്പോൾ തോന്നുന്നൊരു സംഭവമാണത്, ഒരു വികാരമാണത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് 7 ലക്ഷണം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് വരാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടാവാം. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ ലക്ഷണവും പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കാണുമ്പോൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന. അതായത് നിങ്ങളെ കാണുമ്പോൾ നല്ല രീതിയിൽ ചിരിക്കാം. അതായത് നമ്മൾ ഒരു പിൻലോപ്പ് സ്മൈൽ എന്ന് പറയില്ലേ, അതായത് ചെറിയ രീതിയിൽ സ്മൈൽ ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ചിരിക്കുന്നൊരു രീതിയിലേക്ക് വരാം. അതായത് ഒരാൾക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ടെങ്കിൽ സൈക്കോളജി പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുഖത്ത് ചിരി വരാറുണ്ട് എന്നുള്ളതാണ്. ചിരി പലതരത്തിലുണ്ടെങ്കിൽ പോലും ചിരി വരാറുണ്ട് എന്നുള്ളതാണ്. ആ ചിരി സന്തോഷ ചിരി തന്നെയാണ്. അതായത് നമ്മളെ അവർക്ക് കാണുമ്പോൾ, അതായത് അവരെ നമ്മൾ കാണാൻ വിചാരിക്കും, വിസിബിൾ ആവാൻ വിചാരിക്കാം, അവരെ ഉള്ളിൽ സന്തോഷം കൊണ്ട് അവർ ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഫോൺ മാറ്റി വെച്ചിട്ടാണ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നീട് ഓർത്ത് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് നിങ്ങളോട് താല്പര്യം തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് സംസാരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു. അതായത് നമ്മൾ ചാറ്റിങ്ങിൽ കാണാറുണ്ട്, ഈ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്താ പരിപാടി എന്ന് ചോദിക്കാറില്ലേ. അപ്പോൾ അതൊക്കെ ഒരു കാരണമില്ലാത്തപ്പോൾ അവർ നിങ്ങളോട് ചോദിച്ചു വരികയാണ്, എന്തൊരു കാരണം ഉണ്ടാക്കി വരികയാണ്, നമ്മളോട് താല്പര്യം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് സംസാരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തെ കാര്യമാണ് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതായത് ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവരെ സംബന്ധിച്ചോളം ഇവർ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പായാലും എങ്ങനെയായാലും, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, ഞങ്ങൾ കൂടെ വന്നിരിക്കും, ഞങ്ങൾ തൊട്ടടുത്ത് വന്നിരിക്കാൻ ശ്രമിക്കുന്നു, അകന്ന് മാറിക്കാൻ ശ്രമിക്കില്ല. ഇനി ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് തന്നെ വന്നിരിക്കാൻ ശ്രമിക്കും. അവിടെ ആരെങ്കിലും മാറ്റി അവിടെ വന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജന്മദിനം, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം, മുമ്പ് പറഞ്ഞ എന്തെങ്കിലും സംഭവം, ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കുറച്ചുകൂടി പ്രാധാന്യം ആ കാര്യത്തിന് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യമാണ് നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ ആത്മാർത്ഥമായി നിങ്ങൾ അഭിനന്ദിക്കുക, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആശ്വസിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒരു കരുതലിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമഘട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവരെപ്പോഴും അവിടെ കൂടെ ഉണ്ടാവും. ഒരു സോൾമേറ്റ് എന്ന് പറയണമെന്നില്ല, ചിലപ്പോൾ ഒരു ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അവസാനത്തതും ഏഴാമത്തതുമായിട്ട് കാര്യമാണ് ബഹുമാനവും കരുതലും കാണിക്കുന്നു. അതായത് റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മൾ ഈ പലരോടും തെറ്റിദ്ധാരണ മാത്രമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് റൊമാൻറ്റിക് മാത്രമാണ്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് നിങ്ങളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരാണ് പറഞ്ഞാൽ പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ആരോഗ്യപരമായിട്ട് ബന്ധത്തിന് ഏറ്റവും വലിയ രഹസ്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ് ബഹുമാനവും കരുതലും, അതായത് കെയറിങ്ങും റെസ്പെക്റ്റും. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഈ 7 ഒരെണ്ണമെങ്കിലും
നിങ്ങൾ കാണുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരുമായിട്ട് ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇനി അത് പ്രണയമാവണമെന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആവാം, ഓക്കെ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസുകളിലും അതൊരു ലവ് ആവാനാണ് ചാൻസ് എന്നുള്ളതാണ്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് നിഗമനം പറ്റില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ആ കാര്യം ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്, ഓക്കെ. യഥാർത്ഥ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പരസ്പരമായിട്ടുള്ള വിശ്വാസവും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ആശയവിനിമയം തന്നെയാണ് യഥാർത്ഥ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഈ 7 ലക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നോട് സംസാരിക്കുകയും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.